ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമുക്കത് വലയൊന്ന് എടുക്കാം. കണ്ടേ, ആദ്യത്തെ വലയാണ് നമ്മളിത്. നോക്കാം. ഫസ്റ്റില് നമുക്കത് കുറുവായാണ് കിട്ടിയിരിക്കുന്നത്. കേട്ടോ, അടുത്ത മീൻ ഇത്. ആ ഒരെണ്ണം ഊരിപ്പോയി. ഒരു കല്ലണാമുട്ടി ചത്തുപോയി. ഈ കുറുവ നമ്മുടെ വലയുടെ കണ്ണിലുടക്കുന്നതിനെക്കാട്ടി വലുതാണ് ഈ കുറുവ. അതാണ് ഇത് ഊരിപ്പോയത്. വീണ്ടും ഒരു ചെറിയ മീനാണ്. അത് നമുക്ക് ഊരാം. നന്ദന എന്ന് പറയാ അറിഞ്ഞില്. ഒരു കുറുവ ഇതുണ്ട്, ഊളകന. ഇതെങ്ങനെയോ ഈ നമ്മുടെ വലയുടെ കണ്ണിയിൽ ഉടക്കാനുള്ള ചാൻസ് ഇല്ലാത്ത ഊളകനായത്. ഇനി ചെറുതാണ്, ചത്തുപോയി. വാ കയറി ഉടക്കുന്നത്. അത് പിന്നെ എടുക്കാം. മീൻ എടുക്കാനുണ്ട്. പിന്നെ വാ കയറി ഉടക്കുന്ന പാലാങ്കണ്ണി. ഇത് മുള്ളങ്കണ്ണി എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മള് ഇതിപ്പോ കേട്ട് നമ്മുടെ നാട്ടിലെ പേര് മറന്നത് പാലാങ്കണ്ണി എന്നായി. കാര്യം ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ പാലാങ്കണ്ണി എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള മീനുണ്ട്. മുള്ളു കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇതിനെ മുള്ളങ്കണ്ണി എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് മുള്ളു കൂടുതലുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരു കുറുവായ. ഇന്നലെ വലിച്ച് കയറുക വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുക. കേട്ടോ, ഇനിയിപ്പോൾ അടുത്ത വലയാണ്. ആ അടുത്ത വല നമ്മൾ ഇട്ടിരിക്കുന്നത് സൈഡ് വഴിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അടിച്ച് മാറ്റിയിട്ട് അടുത്ത വല വലിക്കാവുന്നതാണ്. നമ്മൾ അടുത്ത വല നമുക്ക് കഴിക്കാം. മീനുണ്ടെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ട് വലിച്ചോണ്ട് പോകും, കാടിനകത്തോട്ട് കൊണ്ടുപോയി. ഒരു കുറുവയുണ്ട്, അത് കാടിനകത്ത് ഇതങ്ങനെ പോകും. ഉണ്ടോ? അത് വലിച്ചു കയറ്റിയതാ. അതൊരു ശല്യം തന്നെയാണ് ഈ നീർനായയുടെ വിഷയം. വല മുഴുവൻ നമ്മൾ നശിപ്പിച്ചു കളയും. എല്ലാ വലയും കീറിയിട്ടിരിക്കുക. ഫസ്റ്റിലെ ഒരു കുറുവയാണ് നമ്മൾ ഈ സൈഡിൽ ഇട്ടിരിക്കുന്ന വല. എഴുന്ന വന്നു കഴിഞ്ഞ് ഉടക്കിയതാ. രണ്ടൊരു മീൻ കിടക്കുന്നുണ്ട്. ആണോ? അതൊരു കുറുവായ. എല്ലാം മുടക്കാം. ഒരു പുളവന. പള്ളത്തിയൊക്കെ നമ്മുടെ വലയിലേയും വാ കയറി ഉടക്കും.
ഈ വലയെ നമ്മൾ വലിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലെയൊക്കെ മീൻ എടുത്തിട്ട് അടുത്ത വല നമ്മൾ വലിക്കും. ഇതേ മീൻ കുറവാണ്. പൊതുവെ കുറവല്ലേ. അടുത്ത വലയാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഒരു കുറുവ കിട്ടി. പത്ത് കഴിയുന്നത് നീർന്നാ വരുന്നതാണ് കൂടുതലും മീൻ കിട്ടാതെ വരുന്നത്. അഥവാ ഏതെങ്കിലും ഒരു മീനുണ്ടെങ്കിൽ അത് വലയെല്ലാം കൂടെ കടിച്ച് കീറി തിന്നിട്ട് പോകും. അടുത്തൊരു കുറുവായിട്ട് കിട്ടി. ഇതിന് മീൻ ചത്തുപോയി. ചില്ലാനാണ്. ഇതിനെ നമുക്ക് എടുക്കാം. വലയിലെ ഉടക്കാം. മടൽ വന്ന് വല കയറിയിരിക്കുക. മടൽ വന്ന് കയറിയിരിക്കുകയാണ് വല. മടല നേരിയ ഒഴുക്കുണ്ട്. അതാണ് വല വരുന്നത്. ഈ മടലൊക്കെ ഒഴുകി വരുന്നത്. അങ്ങനെ കയറിയതേ ഉള്ളൂ. വീണ്ടും നമുക്കൊരു കുറുവ കിട്ടിയിട്ടുണ്ട്. മീന് ചെയ്യുന്നുണ്ട്. സൈഡിലത്തെ മീന് ചെയ്യുന്നുണ്ട്. കരിമീന. അത്ര വലിയ കരിമീനല്ല. വല വലിച്ച് തീരുകയാണ്. നമ്മൾ ഈ വലയും വലിച്ചു തീർന്നു. ഇതുവേ മീൻ തീരെ കുറവാണ്. നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കി മീനോടൊക്കെ എടുത്ത് നമുക്ക് ഇന്ന് മാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം. ഇപ്പം ഇന്നത്തെ വലയിടയിൽ നമുക്ക് കിട്ടിയ മീനാണിത്. നമ്മൾ ഒത്തിരി വല ഇട്ടില്ല. 3 കഷ്ണം വലയാണ് നമ്മൾ ഇട്ടത്. അത് 50 mm വല ഇട്ടത് കൊണ്ടാണ് നമുക്ക് ഇത്ര മീൻ കിട്ടിയത്. എല്ലാ മീനും ഉണ്ട്. നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത്. കുറുവായ, പൂളകൻ, മുള്ളങ്കണ്ണി, കരിമീൻ, കല്ലടാമുട്ടി, ഇപ്പം എല്ലാ സൈസ് മീനും നമുക്കിന്ന് കിട്ടി. എന്തായാലും ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് കറി വെക്കാനുള്ള മീനുണ്ട്. നമ്മളോട് ഒരുപാട് പേര് വല ഉടക്കുവല ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് തീരുമാനിച്ച് വല ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വല ആവശ്യമുള്ളവർ നിങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ വല ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം. അമ്മണി റെഡിയാ മീൻ.